ഹലോ, എന്താണ് പരിപാടി ഇന്ന്? ചങ്ങനാശ്ശേരിയിൽ എന്താണ് എന്ത് വീഡിയോ? ബ്ലോഗ്. എന്ത് ബ്ലോഗ്? ആഫ്റ്റർ ബിഗ് ബോസ്. അതായത് കോട്ടയത്തോട്ട് പോകുന്നു. അമ്മ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും അമ്മനെ ഒന്ന് കാണാനും അല്ലേ? അങ്ങനെയൊക്കെ. എന്താണ് അമ്മ ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അഭിപ്രായം രണ്ടുപേരുടെ? ഫീലൂതൊക്കെ കാണുന്നുണ്ടായിരിക്കും. നന്നായി കളിച്ചു, പക്ഷെ നിൽക്കായിരുന്നു, വോട്ടിംഗ് ഉണ്ടായിരുന്നു, നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു, നിന്നായിരുന്നേ നല്ലതായിരുന്നു അല്ലേ? അപ്പം ഇനി ട്രെയിൻ കയറണം, പോണം, അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അപ്പം അവിടെ ചെന്നിട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ചങ്ങനാശ്ശേരി എത്തി. കൊള്ളാല്ലേ ചോപ്പ്? കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പം അമ്മയും ഋതപ്പിനും എല്ലാവരും ഇങ്ങോട്ട് വരാനാണ് ഞങ്ങളിപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കുക. അപ്പം അവര് വന്നിട്ട് ബാക്കി ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തുകൊണ്ട് വിശേഷം? സുഖമാണോ? ഹായ്, എന്തുകൊണ്ട് വിശേഷം? ഹലോ, ഹലോ, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. പൈസ കൊടുത്തോടി. അത്ര അറിയത്തുള്ള എന്തുകൊണ്ട് മുടിയൊക്കെ സെറ്റപ്പ് ആക്കിയത്? മുടി നോക്കൂലേ, സൈഡൊക്കെ സെറ്റപ്പ്. അങ്ങോട്ട് കല്ല്, കോട്ടയത്തെ കല്ല്. നമ്മളിപ്പോ എങ്ങോട്ടാ പോണ? ചിക്കിങ്ങിലാണോ നമ്മള് പോണേ? എന്തിനാ ചിക്കിങ്ങി പോണേ? ചിക്കിങ്ങി പോയി ചിക്കൻ കഴിക്കാം. ചിക്കൻ കഴിക്കാൻ ഞങ്ങള് ചിക്കിങ്ങിലെ പാർക്കിൽ പോകാനായിട്ടാണ് ഞങ്ങള് മെയിനായിട്ട്. അയ്യോ, പാർക്ക് ഇങ്ങനെ കളിക്കുന്ന സാധനം. നിങ്ങളെങ്ങനെ വന്ന് ഇത്ര വെക്കം? നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ചേഞ്ച് ചെയ്തു. നേരെ പോകുന്നുണ്ടോ പാർക്കിലോട്ടൊക്കെ? നേരെ ഫുഡ് പോലും വേണ്ട അതിന്. കയറി വീടിനകത്ത് കയറി ഞാൻ അതിനകത്ത് നോക്കിയായിരുന്നു. അവരെല്ലാം അവിടെ വീട് കളിക്കാൻ അങ്ങനത്തെ പരിപാടി ഇട്ടു. അപ്പം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. എന്താ പറയാ? എന്തെങ്കിലും പറയാം. എത്ര പേരുണ്ടോ? നമ്മളിപ്പം ഇപ്പൊ കൊണ്ടുവരൂ. ഓർഡർ കൊടുത്താ? നീയാണോ ഓർഡർ ചെയ്തത്? എന്ത് ഓർഡർ ചെയ്ത്? ഇങ്ങ് വാ. എന്ത് ഓർഡർ ചെയ്ത്? ചിക്കൻ ഓർഡർ ചെയ്തു. ചിക്കൻ ഫുൾ ഓർഡർ ചെയ്തു. അത്
എക്സ്പീരിയൻസ് ഫൈനലി മീറ്റഡ് ബിഗ് ബോസിലെ എക്സ്പീരിയൻസ്. ബിഗ് ബോസിൽ എക്സ്പീരിയൻസ് 35 ദിവസം നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. 1 വീക്കെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ 35 ദിവസം അതാ വോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലേ. പക്ഷേ നമ്മൾ മെന്റലി ഡൗൺ ആയി. കുറച്ച് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തിയാൽ മതി. അതായിരുന്നു. എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് മാറി പോസിറ്റീവിലേക്ക് വന്നു. അതാ ഓക്കെ. ഇപ്പം അല്ല ഇതാണ് അശരീരി ലൈസൻസ്. പോലെ പോലെ ഇങ്ങോട്ട് നോക്കി. ലൈസൻസ് എന്ത് നോക്കട്ടെ. ലൈസൻസ് കാണിക്കേ. ഇതാണോ? ഓക്കെ പൊക്കോ. നമ്മക്കും കയറി കളിച്ചാലാണ് അജയ്. ഞാൻ കിടക്കാൻ പോയതാ. നീ അതീ കയറ അജയത്തെ. ഞാനും കയറട്ടെ. ഹലോ ഗേസ്റ്റ്, കയറി വരൂ. ആ പുതിയ താമസക്കാരാ, കയറി വരൂ. അകത്തോട്ടോ അകത്തോട്ടോ. പേരറിയത്തില്ല. നീ ആരാ? കിഷോറാ? സുക്കൂറാ? ഓ പുതിയ ഗസ്റ്റ്. ഹലോ, അകത്തോട്ട് വരുന്ന ഞങ്ങളാ ഇവിടൊക്കെ നടക്കുന്നു. നമുക്ക് അകത്ത് പുറത്തോട്ട് ഇറങ്ങിയാലോ? നമുക്ക് ചിക്കിങ്ങിലെ ആൾക്കാരെ ഉണ്ടാകും. ഇതിപ്പം ഞങ്ങള് പൂട്ടി ഗൈസ്. വീട്ടിനകത്തിട്ട് തുറക്കാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് പുറത്തിറങ്ങണം. എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്ന കേട്ടാ. തുറക്കടാ, ഇറങ്ങണം. ഈ സാധനം എടുത്തൊന്ന് മാറ്റി വേണം. ഞാൻ ഇറങ്ങിയേക്കോ കവറും ഒക്കെ എടുത്തോണ്ട്. ബാഗ് കൊണ്ടുവരണം വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് ജീപ്പിന്റെ ബാഗാ. ഫുഡ് വന്നു നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് കാണാം. ബാക്കി കഴിച്ചിട്ട് അതൊക്കെ പോയി. സൂപ്പർ. പിന്നെ വിളിക്കില്ല. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ് നമ്മൾ. ഹോം. ഇവിടെയൊക്കെ ഇത് ചിക്കൻ ഇരിക്കുന്നു, തട്ടിക്കളാം. ആ ഓക്കെ, ഇവിടെ ഓക്കെ ആയ. വണ്ടി വിട്ടേക്ക് ബാ, പോവാം നമുക്ക്. ബാ, ഇവിടെ വെച്ചാൽ മതി. ബാ. ആ അടച്ചോ പോവാം നമുക്ക്. ബാ പോവാം. പോവാം. ബാ പോവാം നമുക്ക്. കിട്ടി പോവാം. ആ എടുത്തിട്ടോ. കവറൊന്നും വേണ്ട. നമുക്ക് നൈസായിട്ട് പുറത്തോട്ടിറങ്ങി ആ കവർ നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഏത് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? ഇഷ്ടമായോ? അമ്മയുടെ ചെലവായിരുന്നടാ ഇന്ന് മൊത്തം. ഹലോ. ഹേയ് അളിയൻ, എന്താണ് ഇത്ര നാളായി കണ്ടിട്ട്? എന്തുണ്ട് വിശേഷം? ചിരിക്കുന്നോ? ഹലോ ഗായ്സ്. അപ്പം ഗുഡ് മോർണിംഗ്. ചങ്ങനാശ്ശേരിയിലെ സെക്കൻഡ് മോർണിംഗ്. നമ്മളങ്ങോട്ട് തെറിക്കുക. അപ്പം ഞങ്ങള്
കൊല്ലത്തോട്ട് ഇനി പോകാൻ വേണ്ടിയിരിക്കുന്നു. വേറെ വലിയ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് അന്ന് കണ്ടു, വീഡിയോ എടുത്തു. രാവിലെ ഋതപ്പനൊക്കെ പഠിക്കാൻ പോയി. ഞങ്ങള് ഉറങ്ങിപ്പോയി, ഇത്തിരി ക്ഷീണവും കാര്യങ്ങൾ. അപ്പോൾ ബാക്കി ലവ ഇവിടെ സംസാരിക്കുന്നു. അതോ വരുന്നത് കമ്മി പ്ലീസ് കമ്മി. അങ്ങനെ നമ്മുടെ കോട്ടയത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരെ കൊല്ലത്ത് പോവുക, അത്രയ്ക്കുള്ള. ഹൗ വാസ് യെസ്റ്റർഡേ? അപ്പം ഇതോടുകൂടി ഞങ്ങളൊരു അടുത്തൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ഞങ്ങൾ ഇനിയും വരും. പക്ഷെ ഞങ്ങള് ഋതപ്പനെ കൊണ്ട് ഔട്ട്റോ ഒക്കെ പ്ലാൻ ചെയ്തു. അതാണ് ഋതപ്പൻ. ഞങ്ങൾ ഉറക്കമൊക്കെ എണീപ്പിച്ചേക്കും ഋതപ്പൻ സ്കൂളില് കാര്യങ്ങളിലൊക്കെ പോയി. പിന്നെ ഞങ്ങള് എണീറ്റപ്പം നല്ല രീതിക്ക് താമസിച്ച്, പിന്നെ ട്രെയിൻ ആണെങ്കിൽ ഇപ്പോഴേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങള് വെക്കം ഇറങ്ങുകയും ചെയ്തു. അതാണ്. അപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അങ്ങ് ചെയ്യുക അല്ലേ ആശി? ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും ബൈ.